ഇല അനങ്ങിയാൽ പോലും എന്നെ അറിയിച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കും. അറിയണം, ഞാൻ അറിഞ്ഞേ പറ്റൂ. യു ഗോട്ട് മീ? ശരി, ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. യു കൻ ഗോ നൗ. Are you okay, Sandra madam? I'm not. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രവിവർമ്മൻ സാർ പറഞ്ഞത് കേട്ടില്ലേ? എന്നെയാ സാർ മീറ്റിംഗിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചത്, അതും അത്രയും ജൂനിയേഴ്സിന്റെ മുന്നിൽ വെച്ച്. മനസ്സിലായി സാന്ദ്ര മേഡം, എനിക്കും കണ്ടപ്പോ വിഷമം തോന്നി. വെറും വിഷമമല്ല, നെഞ്ച് തകരുന്ന സങ്കടം. പണ്ട് ഏത് കാര്യത്തിന് സാർ എന്നെ പുകഴ്ത്തിയോ അതേ കാര്യത്തിന് ഇന്ന് വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞത്. എത്ര ശ്രമിച്ചിട്ടും സാറിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല രാജാറാം സാർ. സാറിന് അറിയാവോ, ആ നന്ദൻ ഓഫീസിൽ ജോയിൻ ചെയ്ത ദിവസം ഞാൻ എന്തെല്ലാം അറേഞ്ച്മെന്റ് ചെയ്തു? അതൊക്കെ അന്ന് രവിവർമ്മൻ സാറിനോട് ചോദിച്ചിട്ടായിരുന്നോ? അല്ല, അന്ന് അങ്ങനെയൊക്കെ ചെയ്തതിന് വെരി ഗുഡ് സാൻഡ്ര, യു സേവ്ഡ് മീ. നിന്റെ ഇന്റലിജൻസിന് എത്ര പുകഴ്ത്തിയാലും മതി വരില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് പുകഴ്ത്തലായിരുന്നു. പക്ഷെ ഇന്നാണെങ്കിലോ ഒരു ചെറിയ മീറ്റിംഗ് സാറിനോട് ചോദിക്കാതെ അറേഞ്ച് ചെയ്തതിന് എല്ലാവരുടെ മുന്നിൽ വെച്ച് കൊന്നു കൊല വിളിച്ചു. പുകഴ്ത്തുമ്പോ പ്രൈവറ്റായി, കുറ്റപ്പെടുത്തുമ്പോ എല്ലാവരുടെ മുന്നിൽ വെച്ച് പബ്ലിക്കായി. സാർ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? മൈ ഗോഡ്, ഓർക്കും തോറും സങ്കടം പെരുക മനസ്സിൽ. മാഡത്തിന്റെ ഇതേ ചോദ്യം തന്നെ
ദിവസവും 3-4 തവണ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുള്ളത്, മാഡം തൽക്കാലം അതൊക്കെ മറക്കൂ. കുറഞ്ഞപക്ഷം മാഡത്തിന്റെ രവിവർമ്മ സാറിനോടുള്ള എനിക്ക് മനസ്സിലാവും മാഡം, സമാധാനം ഇരിക്കും. ഇത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ടെൻഷൻ കൂടുകയുള്ളൂ. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കുടലെടുത്ത് കാണിച്ചാലും വാഴ നരന്ന് പറയും. അതാണിപ്പോ എന്റെ മാഡത്തിന്റെ അവസ്ഥ. തൽക്കാലം മാഡം ഒന്ന് അടങ്ങ്. നമ്മൾ രണ്ടാളില്ലേ? ഇനിയും നമ്മുടെ സാറിന്റെ സ്വഭാവം മാറുന്നില്ലെങ്കിൽ നമുക്കൊരു വഴിയുണ്ട്. യു ജസ്റ്റ് റിലാക്സ് നോ. ഞാൻ പറയാൻ ചില പ്ലാനുകളൊക്കെ. ഇതാ മാഡം. നജീബ്, സ്ട്രോങ് ആയിട്ടൊരു ചായ കിട്ടോ? എനിക്ക് നല്ല തലവേദനയുണ്ട്. ഓക്കെ മാഡം. ഇപ്പൊ ഇടയ്ക്കിടയ്ക്കായല്ലോ മാഡം, ഡോക്ടറെ കണ്ടില്ലേ? കാണണം. മൈഗ്രെയിൻ ആണോന്ന ഒരു ടെൻഷൻ. ഇത് കണ്ണിന്റെ പ്രശ്നമാവും. മാഡം ഒന്ന് ഐ ഡോക്ടറിനെ കാണിക്കാൻ നല്ലതാ. മേഡം ഇത് കഴിക്കൂ പ്ലീസ്. ഏത് തലവേദനയും പമ്പ കിടക്കും ഇപ്പൊ തന്നെ. ഇതെന്താ, തലവേദനയ്ക്കുള്ള ചോക്ലേറ്റോ? അല്ലല്ല, ഇത് വെറും സാധാരണ ചോക്ലേറ്റാ. പക്ഷെ തലവേദന വരുമ്പോ നമുക്ക് ഇഷ്ടമുള്ളത് വല്ലതും കഴിച്ചാ തലവേദന അപ്പ മാറും. അതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. അല്ല, ഉമാമടത്തിന് എന്താ ചോക്ലേറ്റ് ഇഷ്ടല്ല? ചോക്ലേറ്റ് കഴിക്കാൻ ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? മാഡം, ഇതിൽ ഏജ് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? ഇത്ര വയസ്സ് വരെ കഴിക്കാവുന്ന? ഇല്ലല്ലോ. മാഡത്തിന് ഇഷ്ടമാണോ അല്ലയോ അതാദ്യം പറ. ഇഷ്ടമാണോന്ന് ചോദിച്ചാ ദാറ്റ്സ് എനഫ്. ഉത്തരം അതിൽ തന്നെയുണ്ട്. മാഡം, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. പ്രായം എന്നതേ വെറും ഒരു അക്കം മാത്രമാണ്, നത്തിങ് മോർ. മനസ്സിന് പ്രായമല്ലെന്ന് തോന്നുന്നുണ്ടോ നമുക്ക്? ഇല്ലേ ഇല്ല. ഐ തിങ്ക് മനസ്സിന്റെ പ്രായം എപ്പോഴും ചെറുപ്പമായിരിക്കുന്ന. അതുകൊണ്ട് ഈ ഓഫീസിലെ കൊച്ചുകുട്ടിക്ക് ചോക്ലേറ്റ് ധൈര്യമായിട്ട് കഴിക്കാം. പിടിക്കും. താങ്ക് യു. ഇനി പറയും, ഏജ് ഈസ് നത്തിങ് ബട്ട് എ നമ്പർ ഓൺലി. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നവരെന്ന കൈയടിച്ചേ. ഞാനൊന്ന് കാണട്ടെ. Come on, clap. സത്യം, വയസ്സിനും മനസ്സിനും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇത്ര വയസ്സുള്ളവർ ആ ജോലി ചെയ്യണം, ഇത്ര വയസ്സുള്ളവർ ഈ ജോലി ചെയ്യണം എന്നൊന്നും ഒരു റൂൾസും ഇല്ലല്ലോ ഈ നാട്ടില്. എന്താ, ശരിയല്ലേ? എക്സാക്ട്ലി, യു ആർ കറക്റ്റ്. അല്ല, ശ്രീലക്ഷ്മി മേഡം എങ്ങോട്ടാ? കഴിക്കാൻ. അതൊട്ടും ശരിയായ നടപടിയല്ല കേട്ടോ. അതെന്താ? അല്ല, ഇവിടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായപ്പോ ഞാൻ തന്നെ സഹായിച്ചു. അതിന് പ്രത്യുപകാരമായി ചെറിയൊരു പാർട്ടിയെങ്കിലും നടത്തേണ്ടത് തന്റെ ഉത്തരവാദിത്വമല്ലേ? വലിയ പാർട്ടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു സാൻഡ്വിച്ചും നാരങ്ങ വെള്ളവും. ദാറ്റ്സ് ഓൾ. ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ പറയണം. ഞാൻ എന്റെ ഡിമാൻഡ് നിരുപാധികം പിൻവലിച്ചോളാം. അതെ ശ്രീലക്ഷ്മി, പാർട്ടി വേണം, ജസ്റ്റ് ഒരു കുടിയും കടി. അത് മുളക് ബജിയും കട്ടൻ കാപ്പിയാണെങ്കിലും ഓക്കെ. ഓക്കെ 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 ഓക്കെ, ഞാൻ റെഡിയാ.
അപ്പോ തലവേദന? അല്ല, പാർട്ടി നോക്കിയിട്ടപ്പോ തലവേദനയൊക്കെ മാറിയില്ലേ? വെരി നൈസ്. May I come in, sir? Yeah, please come. ഇതിലെന്താ ഈ ഫുഡ് നോട്ട് എഴുതിയിരിക്കുന്നത്? ക്ലിയർ അല്ലല്ലോ. അത് ശ്രീലക്ഷ്മി എഴുതിയതാ, സർ. എന്തോ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകുമെന്ന് തോന്നുന്നു. എന്ത് ഓഡിറ്റ് ഒബ്ജക്ഷൻ? എവിടെ ആ കുട്ടിയൊന്ന് വിളിക്കൂ, ഞാൻ ചോദിക്കട്ടെ. അവരാരും ഇവിടെ ഇല്ല, സർ. ശ്രീലക്ഷ്മി എല്ലാവർക്കും പാർട്ടി നടത്തുകയാണ്. അവരെല്ലാം ക്യാൻറ്റീനിലേക്ക് പോയി. ഇന്ന് അടിച്ചുപൊളിയാണെന്ന് തോന്നുന്നു. ഓക്കെ, യു ക്യാൻ ഗോ. താങ്ക് യു, സർ. ഹലോ മിസ്റ്റർ ബോണ്ട്. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ചെറിയൊരു സമ്മാനമാണ്. എന്താ ഇത്? എന്ത് സമ്മാനം? ഇത് ഈ ഓഫീസിലെ CCTV ഫുട്ടേജ് ആണ്. പരിശോധിക്കാം. എന്തിന്? നത്തിങ് ബട്ട് മിസ്റ്റർ ജെയിംസ് ബോണ്ടിന്റെ ജോലി അല്പം സിംപ്ലിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മനസ്സിലായില്ല? ഐ മീൻ, എന്റെ പിന്നാലെ നടന്ന് എന്നെ ചെക്ക് ചെയ്യുന്ന താങ്കളുടെ ജോലിയില്ലേ, അതിന്റെ ആവശ്യമില്ല. എല്ലാം ഇതിലുണ്ട്. ഞാൻ ഈ ഓഫീസിൽ ജോയിൻ ചെയ്ത ശേഷം എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, എവറിത്തിങ് എല്ലാം. ഐ തിങ്ക് അപ്രോക്സിമേറ്റ്ലി 8 hours 20 minutes and 15 seconds. CCTV ഫുട്ടേജ് ഈ ഓഫീസിലെ? യാ, താങ്കൾക്ക് എന്നോടുള്ള സംശയം തീർക്കാൻ ഒരു ഈസിയസ്റ്റ് മെത്തേഡ്. ഇതിനേക്കാൾ എളുപ്പമുള്ള വേറൊരു വഴി ഞാൻ കണ്ടില്ല. സോ ദാറ്റ്സ് ഇറ്റ്. എൻജോയ്. അത് ശരി. അപ്പൊ ആ തലവേദന ഒഴിവായല്ലേ?
സത്യമായിട്ടും കൃഷ്ണ ഡിലീറ്റ് ആയ എല്ലാ ഫയൽസും റിക്കവർ ചെയ്തു. ഓ, അതൊരു അത്ഭുതം തന്നെയായിരുന്നു. നന്ദന അത്ഭുതം കാണിച്ചത്. ഒന്ന് പോടി, എന്തൊരു അത്ഭുതം. ഫയൽസ് എല്ലാം നിനക്കറിയാത്ത ഏതെങ്കിലും ഒരു ഡ്രൈവിൽ കിടന്നിട്ടുണ്ടാവും. ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കാൻ ഈ നന്ദനാരാ? മാന്ത്രികനായ മാൻഡ്രാക്കോ? അങ്ങനെയല്ല കൃഷ്ണ, ഞാൻ എത്ര ട്രൈ ചെയ്തെന്ന് അറിയാമോ? ഓ, സത്യം പറഞ്ഞ നന്നായി ഞാൻ പേടിച്ചുപോയി. ഇതോടെ എന്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെയാ ഞാൻ വിചാരിച്ചതും. എന്ത് കഥ കഴിയാൻ? അവിടെ രവിവർമ്മൻ സാർ ഉള്ളിടത്തോളം കാലം നീ എന്തിനാടി ആരെങ്കിലും പേടിക്കുന്നത്? സാറിനോട് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ ആ പ്രശ്നം സോൾവ് ആയേനെന്നാ എനിക്ക് തോന്നുന്നത്. ഷേ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും രവിവർമ്മൻ സാറിനോട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലടി. ഓഫീസിൽ അതിന്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും പ്രോബ്ലം സോൾവ് ആയല്ലോ, അത് തന്നെയാ സമാധാനം. പ്രോബ്ലം സോൾവ് ആയി. പക്ഷെ രവിവർമ്മൻ സാറിനെ കാണാൻ പറ്റിയില്ല. സാറിനോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചതാ, നടന്നില്ല. അതിന്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. ഓ, ഒരു ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെന്ന് വെച്ച് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാലോ. എന്താ, അതുപോരെ? എടി, അത് പിന്നീടുള്ള കാര്യല്ലേ. സാറിന്റെ മനസ്സിലുള്ളത് പറഞ്ഞതിന് ശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, അതാ വിഷമം. എന്തിന് ഒരു 5 മിനിറ്റ് സ്വസ്ഥായിട്ട് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഓ, എനിക്കിതിലൊന്നും ആലോചിക്കാനില്ലേ. പ്രേമത്തിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. എന്നെ വിട്ടേക്ക്. ഡേ, അയ്യോ, എന്നെ തല്ലാതെ കാര്യം പറ, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. രവിവർമ്മൻ സാർ ഐ ലവ് യു എന്ന് പറഞ്ഞ ശേഷം വേറെന്ത് പറഞ്ഞു? കൃഷ്ണ, പതുക്കെ, ആരെങ്കിലും കേക്കും. ശരി ശരി, സാറ് പിന്നെന്ത് പറഞ്ഞു? അത് പറ, കേക്കട്ടെ. സാറതൊക്കെ പറഞ്ഞത് ഞാൻ ഉറങ്ങുമ്പോഴാ. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാലല്ലേ അതിനർത്ഥമുള്ളൂ. അപ്പൊ മാത്രം ഞാനത് അംഗീകരിക്കൂ. ഓഹോ, അപ്പൊ നമ്മുടെ ശ്രീലക്ഷ്മി മേഡം ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ പാലിച്ച് പറഞ്ഞാലേ ഒരാളുടെ ലവ് അംഗീകരിക്കൂ? പിന്നല്ലാതെ, അതല്ലേ അതിന്റെ ഒരു ശരിയായ രീതി. എടി പോത്തെ, എന്റെ അഭിപ്രായത്തില് രവിവർമ്മൻ സാർ ആളൊരു പാവാ. നീ മറ്റുള്ളവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനിൽ പോയത് അദ്ദേഹം CCTVയിലൂടെ കണ്ടു കാണും. പിന്നെങ്ങനെയാ നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വരുന്നേ? സത്യം പറഞ്ഞ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ തന്നെ വിളിക്കാതെ വല്ലവരുടെയും കൂടെ പോയതിന് നിന്നോട് ദേഷ്യപ്പെട്ടേനെ. പക്ഷെ രവിവർമ്മൻ സാർ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പൊ നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? അതെ അല്ലേ? അതും ശരിയാണ്. ഓ, ഇപ്പോഴെങ്കിലും കത്തിയല്ലോ, മഹാഭാഗ്യം. എടി കൊച്ചെ, നേരിട്ട് അനുഭവമില്ലെങ്കിലും എന്റെ കേട്ടറിവും കണ്ടറിവും വെച്ച് ഒരു കാര്യം ഞാൻ പറയാം. നിന്റെയും രവിവർമ്മൻ സാറിന്റെയും പ്രേമകഥ ഇന്നത്തെ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റ പിള്ളേരുടെ പ്രേമകഥ പോലെയല്ല. 100 ലൈക്കും 10 കമന്റും കിട്ടിയ സന്തോഷിക്കുകയും എന്തെങ്കിലും സില്ലി കാര്യത്തിന് നേരെ ഇരുട്ടി വെളുക്കുമ്പോ ബ്ലോക്ക് ചെയ്ത് 2 വഴികളിൽ പിരിഞ്ഞുപോയി വേറെ അക്കൗണ്ട് എടുക്കുന്നവരല്ല നിങ്ങള്. ഈ പ്രേമത്തിന് ഒരു കാമ്പും കനവും ഉണ്ട്. ഇത് കുറച്ചു സമയം എടുത്തേ പൂക്കൂ. പ്രത്യേകിച്ചും രവിവർമ്മൻ സാർ ഒരു മെച്യൂർഡായ ആളാണ്. നീ അല്പം കൂടി കാക്കേണ്ടി വരും മുഖത്തോട് മുഖം നോക്കി നിന്ന് സർ ഐ ലവ് യു പറയാൻ. പക്ഷേ ആ പറയലൊരു പറയലായിരിക്കും മോളെ. നീ നോക്കിക്കോ, ഇപ്പൊ കണ്ണടച്ച് കിടന്ന് നിന്നോട് പറഞ്ഞ ആ പ്രണയവാക്യം സാർ നേരിട്ട് തന്നെ നിന്റെ മുഖത്ത് നോക്കി പറയും. ഒരല്പം വെയിറ്റ് ചെയ്താ മതി. ഈ ത്രിസന്ധിക്ക് ഞാൻ പറയുന്ന വാക്കാ. ആ ശരി, ഇനിയും ഡിലേ ആവരുത്. എത്രയും പെട്ടെന്ന് അയക്കണം. രവിവർമ്മ സാർ ഇന്നും കൂടി ചോദിച്ചതാ. സാറിന് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആവശ്യമുണ്ട്. ആ ശരി ശരി.
ദാ, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ചെറിയൊരു സമ്മാനമാണ്. എന്താ ഇത്? എന്ത് സമ്മാനം? സമ്മാനം വേറൊന്നുമല്ല, ഇത് ഈ ഓഫീസിലെ CCTV ഫുട്ടേജ് ആണ്. പരിശോധിക്കാം. എന്തിന്? നത്തിങ് ബട്ട് മിസ്റ്റർ ജെയിംസ് ബോണ്ടിന്റെ ജോലി അല്പം സിംപ്ലിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹലോ ഡ്രൈവർ, വേഗം വണ്ടി റെഡിയാക്ക്. ടോം ആൻഡ് ജെറി, നിന്റെ എലിയും പൂച്ചയും കളി എന്നോടാണല്ലേ? ശരി, ഞാൻ കാണിച്ചുതരാം കളിക്ക് മറുകളി എന്താണെന്ന്. എന്താ ഇത്? മുമ്പിലടിച്ചപ്പോ പുറകിലടിച്ചു, പുറകിലടിച്ചപ്പോ തലയ്ക്ക് മേലെ. കുറച്ചു ദിവസമായിട്ട് നമ്മുടെ കോളനിയിലെ കൊതുകിന്റെ ശല്യം കൊണ്ട് ജീവിക്കാൻ വയ്യാതായി. ശ്രീ, ഇനി വന്നേ. എന്താ അമ്മ? എന്താടി, നീ ഇന്ന് ഉച്ചക്ക് കഴിച്ചില്ലേ? കഴിച്ചല്ലോ. കഴിച്ചെങ്കി പിന്നെ ഇതെന്തോന്നാ? ഓ, ഇതാണോ? ഇത് വലിയൊരു കഥയാമേ. ഇന്ന് ഓഫീസിലൊരു പ്രശ്നമുണ്ടായി. പക്ഷെ ദൈവം സഹായിച്ച് ആ പ്രശ്നം പിന്നീട് സോൾവ് ആക്കാനും പറ്റി. ആ സന്തോഷത്തിൽ എല്ലാരും നിർബന്ധിച്ചപ്പോ ഉച്ചയ്ക്ക് ക്യാൻറ്റീനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നു. അതാ ഇത് കഴിക്കാൻ പറ്റാത്തത്. അതിനിപ്പോ രവിവർമ്മ സാറിന്റെ ഓഫീസിൽ നിനക്കെന്താ പ്രശ്നം മോളെ? സാറിനെ അറിയിച്ചില്ലേ കാര്യങ്ങള്? ഓ, അത്ര സീരിയസ് ഒന്നും അല്ല അച്ഛാ. കമ്പ്യൂട്ടറിലെ ഡേറ്റ എല്ലാം കറപ്റ്റ് ആയിപ്പോയി. പിന്നെ അതിനെ ക്ലിയർ ചെയ്യേണ്ടി വന്നു. കറപ്റ്റാ എന്നുവെച്ചാ എന്തോടി? കേസും മഴക്കും വല്ലതാണോ സംഭവം? അയ്യോ അമ്മേ, കമ്പ്യൂട്ടറിൽ ശേഖരിച്ചു വെച്ചിരുന്ന ഫയലെല്ലാം കാണാതെ പോയിന്ന്. പിന്നെ നമ്മൾ അതിനെ തപ്പിയെടുത്ത് ക്ലിയർ ചെയ്തു. വലിയ തലവേദന ഉണ്ടാക്കുന്ന ജോലിയാ. ഓ, മനസ്സിലായി മനസ്സിലായി. ഈ കൂട്ടിയിട്ട ചവറിന്റെ ഇടയിന്ന് ചില സാധനങ്ങൾ തപ്പിയെടുക്കുന്ന പോലെ അല്ലേ? എന്തിനുപമ എന്തിനുപമ. ചെവി സായൂച്ച് മടഞ്ഞു. സരോജം, നീ ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ തല കഴുകരുത്. ഈ തലച്ചോറ് പിന്നീട് നമുക്ക് ആവശ്യം വരും എന്നുള്ള കാര്യം ഉറപ്പാ. ശാസ്ത്രജ്ഞന്മാരെ അന്വേഷിച്ചു വരും. ഒന്ന് പോ മനുഷ്യ. ഞാൻ പറഞ്ഞില്ല എന്താ ഇത്ര കുഴപ്പം?
ചവറെന്ന വാക്ക് കണ്ടിട്ടും കേട്ടിട്ടില്ലേ നിങ്ങള്? ഈ കോളനിയിലെ ചവറെടുക്കാൻ കോർപ്പറേഷൻകാര് വന്നിട്ടേ 4 ദിവസമായി, അറിയോ? നിങ്ങളിപ്പോ കൊന്നോണ്ടിരിക്കുന്ന കൊതുകളൊക്കെ ആ ചവറിന്നാ വരുന്നത്, മനസ്സിലായോ? ഇനി ഇതും ചീത്തയായിട്ടുണ്ടെങ്കിൽ ഇതും ആ വേസ്റ്റില കൊണ്ടിടേണ്ടത്. അമ്മേ, ഇത് ചീത്തായിട്ടൊന്നുമില്ല, ഞാൻ കഴിച്ചോളാം. ഇങ്ങിതാ. അല്ല, നീ ഇന്ന് രവിവർമ്മൻ സാറിന് കൂടെ അല്ലേ ഭക്ഷണം കൊണ്ടുപോയത്? പാവം സാറ് എന്തെങ്കിലും കഴിച്ചോ എന്തോ, ആർക്കറിയാം. മോളെ, നാളെ ഓഫീസിൽ പോകുന്നതിന് മുമ്പേ കോർപ്പറേഷൻ ഓഫീസിൽ പോയി ഒരു പരാതി എഴുതി കൊടുക്കണേ, നമ്മുടെ കോളനിക്കാർക്ക് വേണ്ടിട്ടാ. അല്ല ശ്രീടച്ച, നിങ്ങൾ ലിസ്റ്റ് എഴുതിയപ്പോ ഉപ്പിന്റെ കാര്യം വിട്ടുപോയല്ലേ? നാളെ രാവിലെയെങ്കിലും ഉപ്പ് മേടിച്ചോണ്ട് വന്നില്ലെങ്കിലേ പിന്നെ ഉപ്പില്ലാത്ത കറി കഴിക്കേണ്ടി വരും എല്ലാവരും. തോരനുപ്പില്ല, അവിയലിനുപ്പില്ല എന്ന് പറഞ്ഞ് എന്നെ മെക്കിട്ട് കയറാൻ വന്നേക്കരുത്. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. നീ വെറുതെ ഞാൻ വർത്താനം പറയാതെ മിണ്ടാതിരിടി. ഉപ്പല്ലേ സാധനം, നാളെ വാങ്ങിച്ചു തന്നോളാം. ഒന്ന് സ്വൈര്യ മനുഷ്യന്. ഓ, നിനക്ക് അത്ര സ്വൈര്യക്കേടാണെങ്കിലേ വാങ്ങിച്ചോണ്ട് വരണ്ട. മോളെ, നീ നാളെ കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ട് വരുമ്പോഴേ ഒരു കവർ ഉപ്പും കൂടെ വാങ്ങിച്ചോണ്ട് വരണേടി. ആ ആ നാളെ കാപ്പിക്ക് എന്താ ഉണ്ടാക്കേണ്ടത്? എന്താടി എന്ത് ചോദിച്ചാലും കൂന്ന് മൂളിക്കൊണ്ടിരിക്കുന്നേ? അമ്മേ, നാളെ ഞാൻ ചോറ് തിരികെ കൊണ്ട് വരില്ല, കഴിച്ചിട്ടേ വരും. എന്റെ കരിക്കോത്തിയമ്മേ, ഞാൻ പോയി ഉപ്പ് വാങ്ങിക്കൊണ്ടുവരാം. തിന്നടി അങ്ങോട്ട്. ബാക്കി ആര് വന്ന് തിന്നു തീർക്കോന്നാ? പാത്രം കാലിയാക്കിട്ട് ഇവിടുന്ന് എഴുന്നേറ്റാ മതി. ഇവക്ക് എന്ത് പറ്റി? ജോലിയുടെ ടെൻഷൻ വല്ലതും കാണൂടി. നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. മൈൻഡ് ചെയ്യാതെ പിന്നെ? ഈ പ്രായത്തിലെ പെണ്ണുങ്ങളെ കണ്ണും കാതും കേൾക്കാതിരുന്നോ അതിനൊരു കാരണേ ഉള്ളൂ, പ്രേമം. എന്റെ കരിക്കോത്തിയമ്മേ, ചതിക്കരുതേ.
ശ്രീലക്ഷ്മി, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. രവിചന്ദ്രവർമ്മന്റെ സർവാനുഗ്രഹങ്ങളും. ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്.